ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. സോ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയറിൽ നൈട്രജൻ ഫില്ല് ചെയ്യണോ അതോ എയർ ഫില്ല് ചെയ്യണമെന്നാണ്. സോ നമ്മളുടെ നോർമൽ എയറിൽ 78% ഓൾറെഡി നൈട്രജൻ വരുന്നുണ്ട്. ബാക്കി 21% നമ്മളുടെ ഓക്സിജൻ ആയിരിക്കും. പിന്നെ 1% എന്ന് പറയുമ്പോഴത്തേക്കും അതർ ഗ്യാസസ് ആയിരിക്കും. അപ്പോൾ ഈ എയറിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതർ ഗ്യാസസിൻ്റെ അകത്ത് വാട്ടർ വേപ്പർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ലോങ് പോകുന്ന ടൈമിലൊക്കെ ഈ വാട്ടർ വേപ്പർ ചൂട് കാരണം ടയറിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ടയർ പ്രഷറിൽ വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ടയർ പ്രഷറിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടയറിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫോമൻസ് കിട്ടത്തില്ല. സോ നമ്മൾ നൈട്രജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നൈട്രജൻ്റെ കേസിൽ അങ്ങനെ മോളിക്യൂൾസ് എക്സ്പാൻഡ് ഒന്നും ചെയ്യത്തില്ല ചൂടുള്ള ടൈമിൽ. സോ നിങ്ങൾ ലോങ് പോകുന്ന ടൈമിലൊക്കെ നൈട്രജൻ ഫില്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ നമ്മൾ എയർ അടിച്ചിട്ട് നമ്മൾ ഒരു 1 to 2 weeks ഒക്കെ ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്നിടത്ത് നമ്മളുടെ നൈട്രജൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 month ഒക്കെ കൂടുമ്പോൾ ടയർ പ്രഷർ ചെക്ക് ചെയ്താൽ മതിയായിരിക്കും.